ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 വരി പാതകളിലും 6 വരി പാതകളിലും ഫാസ്റ്റ് ട്രാക്കിൽ ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും തുടർച്ചയായി ഓടുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ 3-4 വീഡിയോ ചെയ്തത്. തീർച്ചയായും ആവർത്തന വിരസത ഉണ്ടാകാം, എങ്കിൽ പോലും ഇത് വളരെ ചെറിയ ഒരു പ്രേക്ഷക വൃന്ദം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് തുടർച്ചയായി ഇത്തരം വീഡിയോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഏതായാലും ഇത് അധികാരികളിൽ എത്തിക്കാനും നമ്മളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സേലം നഗരത്തിനടുത്താണ്. തമിഴ്നാട്ടിലെ സേലം നഗരത്തോട് ചേർന്നുള്ള ഹൈവേ റോഡ് തന്നെയാണ്. കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന 4 വരി പാതയാണിത്. ഈ പാതയിൽ ഈ പോകുന്ന ബസ്സുകൾ ഊട്ടി, കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് ബാംഗ്ലൂരിലേക്കും സേലത്തേക്കും ഒക്കെ പോകുന്ന ബസ്സുകളാണ്. ദീർഘദൂര സർവീസുകൾ തന്നെയാണ്. അവരും നോക്കുക, ഏത് ലൈനിലാണ് പോകേണ്ടതെന്ന് പോലും, ഏത് ട്രാക്കിലാണ് പോകേണ്ടതെന്ന് ശ്രദ്ധിക്കുന്നില്ല. കാരണം മുമ്പിൽ പോകുന്ന വാഹനത്തെ എങ്ങനെയെങ്കിലും കടന്നു പോകുക എന്നുള്ള വ്യഗ്രതയല്ലാതെ ഇതിൻ്റെ പിന്നാലെ വരുന്ന വാഹനങ്ങൾ എങ്ങനെ കടന്നു പോകുമെന്ന് ഈ ഡ്രൈവർമാർ ചിന്തിക്കുന്നില്ല. അതിനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുമില്ല. കാരണം ഇപ്പോഴത്തെ റോഡിൽ പ്രായോഗികമായിട്ട് കടന്നു പോവുകയല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്തതിനാൽ ഏത് ട്രാക്കിൽ ഓടണം എന്ന് ചിന്തിക്കാതെ മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനുള്ള വ്യഗ്രതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ടോള് കൊടുത്ത് വളരെ അത്യാവശ്യത്തിന് നമ്മൾ പോകേണ്ട ആൾ, ബാംഗ്ലൂർക്ക് പോകേണ്ട ആൾ ഇതിൻ്റെ പിന്നിൽ കുടുങ്ങുകയാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ വിഷയം. അവർ തമ്മിൽ മത്സരിക്കുന്നു, പിന്നാലെ വരുന്ന വാഹനം അതിൻ്റെ പിന്നിൽ കുടുങ്ങുന്നു. ഞാൻ കുറേ സമയമായിട്ട് അതിൻ്റെ പുറകിൽ തന്നെയാണ്. ഒരു വിധത്തിലും കടന്നു പോകാൻ കഴിയുന്നില്ല. ഇതാണ് ഇന്ന് നമ്മുടെ എക്സ്പ്രസ് ഹൈവേകൾ, നമ്മൾ ടോൾ കൊടുത്ത് പോകുന്ന റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ എറണാകുളത്തു നിന്നോ പാലക്കാട് നിന്നോ ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടാൽ നമുക്കൊരു 5-6 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ 8 മണിക്കൂർ ഓടിയാലും ബാംഗ്ലൂർ എത്താത്ത അവസ്ഥയാണ്. കൃത്യസമയമല്ല ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് നോക്കൂ, ഇപ്പം നമ്മൾ ടോൾ ബൂത്തിലേക്ക് എത്തുകയാണ്. ഈ ടോൾ ബൂത്തിൽ ചെറിയ വാഹനങ്ങൾക്ക് 50, 60 മുതൽ 70, 80, 90 രൂപ വരെ അവിടെ കട്ടാകുന്നുണ്ട്. ഇത് കൊടുത്തിട്ടാണ് നാം ഹൈവേ റോഡിൽ ഇവരുടെ പിന്നാലെ ഓടുന്നത്. ഇവിടെ നോക്കൂ, എല്ലാ വാഹനങ്ങളും ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. ഇവരാരും ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരല്ല. ഈ വീഡിയോകൾ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഡ്രൈവർമാർ കാണുകയും അവരിൽ ചെറിയ ഒരു അവബോധം ഉണ്ടാകുകയും ചെയ്താൽ പ്രയോജനം ചെയ്യും എന്നുള്ള വിചാരത്തിൽ, നാളെ എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നുള്ള വിചാരത്തിലാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. കൂടാതെ ഇത് ഏതെങ്കിലും അധികാരികളിൽ എത്തിക്കാൻ കഴിയുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ഇത് ഏതെങ്കിലും അധികാരികളിൽ എത്തിക്കുകയും അവരൊരു ചെറിയ പ്രയത്നം ചെയ്താൽ ഇത് മാറ്റാവുന്നതാണ്. ഞാൻ ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. ഇപ്പം നല്ല സ്പീഡിൽ ഓടുന്ന വാഹനമാണ്. നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഇടതുവശത്തേക്ക് വരാൻ. ഇൻഡിക്കേറ്റർ ഇട്ട് മാന്യമായ അകലം പാലിച്ച് ഞാൻ ഇടതുഭാഗത്തേക്ക് വന്നു. ഈ രീതിയിൽ നമ്മൾ റോഡ് വലതുഭാഗം ഒഴിച്ചിട്ട് ഇടതുഭാഗത്തോട് വേണം ഓടാനായിട്ട്. ഇതാണ് 4 ട്രാക്കിൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന ലോറി നോക്കൂ, ദീർഘനേരമായി ആ ഭാഗത്തൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഇടതുവശത്തോട് മറികടക്കേണ്ടി വരുന്നു.